നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈ ദേവാലയത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലായിരുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ നിറയട്ടെ. ഈ സാംക്രമിക രോഗത്തിൻ്റെ മഹാമാരിയുടെ കാലഘട്ടത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയായി കൂടെ ഉണ്ടാകട്ടെ. ഈശോയെ, ഈ ആരാധനയിൽ ദൈവിക സംരക്ഷണത്തിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗീയ ദൂതന്മാരെ, നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. മിഖായേലിൻ്റെ സാന്നിധ്യത്തിന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം, അന്ന് മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. കർത്താവെ, മിഖായേൽ ഈ ആരാധനയിൽ ഞങ്ങളുടെ കൂടെ സാന്നിധ്യമായി ഉണ്ടായിരിക്കട്ടെ. ഗബ്രിയേലിൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ 1:19, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. റഫായേൽ ദൈവദൂതൻ്റെ സാന്നിധ്യം, 7 പ്രധാന ദൈവദൂതന്മാർ, നവവൃന്ദം മാലാഖമാർ ഞങ്ങൾക്ക് സാന്നിധ്യവും സംരക്ഷണവുമായി ഈ ആരാധനയിൽ കൂടെയുണ്ടായിരിക്കട്ടെ. 34-ാം സങ്കീർത്തനം 7-ാം വാക്യം, കർത്താവിൻ്റെ ദൂതന്മാർ അവരുടെ ഭക്തന്റെ ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കുന്നു. ദൈവമേ, സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് മധ്യസ്ഥരായി സമയം കൂടെ ഉണ്ടാകണമേ. വിശുദ്ധ സ്നേഹന്മാരെ, വിശുദ്ധാത്മാക്കളെ, വേദസാക്ഷികളെ, വാഴ്ത്തപ്പെട്ടവരെ, ധന്യരെ, നിങ്ങളുടെ സാന്നിധ്യം ഈ ആരാധനയിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധരുടെ മാധ്യസ്ഥം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നാഥനും സംരക്ഷകനും പരിപാലകനുമായി കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ കീഴിൽ ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. കർത്താവേ, ഈ ആരാധനയിൽ ദൈവനാമത്തിൻ്റെ സംരക്ഷണ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ പിതാവിനോടൊന്നും ചോദിച്ചിട്ടില്ല.
എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അങ്ങയുടെ നാമത്തിൻ്റെ സംരക്ഷണം ഈ ആരാധനയിൽ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിലായിരുന്നു അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കട്ടെ. കർത്താവെ അങ്ങയുടെ തിരുവചനത്തിൻ്റെ വലിയ സംരക്ഷണവും തിരുവചനത്തിൻ്റെ ശക്തിക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ തിരുവചനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് സമർപ്പിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം, എൻ്റെ വചനങ്ങൾ അഗ്നി പോലെയല്ലേ, പാറയെ തകർക്കുന്ന കുടം പോലെയല്ലേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ വിശുദ്ധീകരണം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ സാഹചര്യങ്ങളിലും നിറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. കർത്താവെ അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ശക്തിപ്പെടട്ടെ. വചനത്തിൻ്റെ വലിയ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ, കർത്താവിൻ്റെ വചനം സജീവവും പ്രവർത്തനനിരതവുമാണ്, അതിരുമന വാളിനേക്കാൾ മൂർച്ചയുള്ളതും പ്രാണനും ആത്മാവും സന്ധിബന്ധങ്ങളും മജ്ജയും തുളച്ചു കയറാൻ കഴിവുള്ളതും ഹൃദയ വിചാരങ്ങളെയും വികാരങ്ങളെയും വിവേചിച്ചറിയാൻ കഴിവുള്ളതുമാണ്. വചനത്തിൻ്റെ ശക്തിയും സംരക്ഷണവും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. കർത്താവെ ഈ ആരാധനയിൽ ബലിവേദിയിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. തിരുരക്തത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. 1 യോഹന്നാൻ 1:7, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപങ്ങളും നീക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിക്കുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകം ഈ മഹാമാരിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, തിരുരക്തത്താൽ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. കർത്താവെ തിരുരക്തത്തിൻ്റെ ശക്തിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വിശുദ്ധ കുരിശ് ഈ ആരാധനയിൽ ഞങ്ങൾക്ക് സംരക്ഷണ കോട്ടയായി ഉണ്ടാകട്ടെ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവിടുന്ന് നിരായുധമാക്കി അവയുടെ മേൽ കുരിശിൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളനപാത്രമാക്കി. കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങൾ, വസ്തുവകകൾ, വരുമാന മാർഗങ്ങൾ, ജീവിത സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം ദൈവിക സംരക്ഷണത്തിൻ്റെ കവചത്തിന് കീഴിൽ നിർത്തി ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ മഹാമാരിയുടെ ദുരനുഭവങ്ങൾ ഞങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് ദൈവിക സംരക്ഷണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ ആരാധനയിൽ ഞങ്ങൾ ലോകത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും ദേശത്തെയും രാജ്യത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ മുൻപിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങളുടെ ആത്മാവും മനസ്സും ജീവനും എല്ലാം അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ദേശത്ത് നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. വന്ധ്യതയോ ഗർഭചിത്രമോ നിങ്ങളുടെ നാട്ടിലുണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ദേശത്ത് നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. വന്ധ്യതയോ ഗർഭചിത്രമോ നിങ്ങളുടെ നാട്ടിലുണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. ഈശോയെ, ഈ ആരാധന ഗാനത്തോടൊപ്പം ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന്, സ്വർഗനിവാസികളോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, ഈ സമയത്ത് ലോകം മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ചേർന്ന്, ഈ സമയത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ചേർന്ന്, ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർന്ന്, കർത്താവേ, ഈ ആരാധന ഗാനത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു.
കർത്താവായ ഈശോയെ, ഈ ആരാധനയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 77-ാം സങ്കീർത്തനം 10-ാം വാക്യം, കർത്താവിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു. കർത്താവേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ദൈവീക സാന്നിധ്യം ഞങ്ങളുടെ ഈ ദേശത്ത് പ്രകടമാകട്ടെ. ഈശോ, ഈ മഹാമാരിയുടെ, ഈ രോഗപീഠകളുടെ ദുഃഖദുരിതങ്ങളിൽ അനുഭവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ കർത്താവേ അങ്ങയുടെ ദൈവീക ശക്തിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ബലിപീഠത്തിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ബലിപീഠത്തിൽ നിന്നുള്ള ശക്തി, ദൈവീക സാന്നിധ്യത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഞങ്ങളുടെ ഭവനങ്ങളിരിക്കുന്ന മണ്ണ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി ഞങ്ങളുടെ ശരീരങ്ങൾ, രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ ശരീരങ്ങൾ, കർത്താവേ, രോഗത്തെക്കുറിച്ചുള്ള ഭയത്താൽ ആകുലനായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങൾ ശക്തിപ്പെടുത്തണം. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് ഞങ്ങളെ സംരക്ഷിക്കണം. ഈജിപ്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കുടുംബങ്ങളെ കർത്താവെ, ബലി ചെയ്യപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ കട്ടിളപ്പടിയിൽ തളിച്ചപ്പോൾ കർത്താവെ, സംഹാര ദൂതന ഭവനങ്ങളെ വിട്ടുപോയതുപോലെ ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഈ മഹാമാരിയുടെ ദുഃഖദുരിതങ്ങൾ വിട്ടുപോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിന് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം, പാപമോചനത്തിനുള്ള കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം, മത്തായി 26-28 വചനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് പൊന്നോ വെള്ളിയോ കൊണ്ടല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലാണ്. ഈശോയെ, അങ്ങയുടെ കാൽവരിയിലെ പീഡകളുടെ യോഗ്യതയാൽ, അങ്ങ് ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ, വിശുദ്ധീകരിക്കണമേ. 1 യോഹന്നാൻ 1:7, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപങ്ങളും നീക്കി നമ്മെ വിശുദ്ധീകരിക്കും. കർത്താവെ, അങ്ങയുടെ തിരുരക്തം ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. എല്ലാ തടസ്സങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകൾ, എല്ലാ പീഡകളിൽ നിന്നും തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. വെളിപാട് 12:11, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും വിജയം നേടി. കർത്താവെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്രയിടപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ. 1 പത്രോസ് 2:24, അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരായി. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി അങ്ങ് പഠിപ്പിച്ചതുപോലെയുള്ള പ്രാർത്ഥന കർത്താവെ, അങ്ങയുടെ തിരുവിലാവിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിന്, കർത്താവിൻ്റെ പീഡകളുടെ യോഗ്യതയ്ക്ക് നമ്മെ സമർപ്പിച്ച് ഇപ്പോൾ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ
നമ്മൾ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ അവിടുത്തെ കരങ്ങളിൽ നൽകി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും സമർപ്പിക്കാം. ഇടവക സമൂഹത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വികാരീസിനെയും നമ്മുടെ അസിസ്റ്റന്റ് വികാരിയച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഇടവകയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുമക്കളെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ശരീരങ്ങൾക്ക് അങ്ങ് ശക്തി കൊടുക്കണമേ. വിശുദ്ധരായി വളർന്നു വരാനുള്ള കൃപ കർത്താവെ ഓരോ കുഞ്ഞുങ്ങളിലേക്കും അങ്ങ് നിക്ഷേപിക്കണം. ഈശോയെ, പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. പഠന സാഹചര്യങ്ങളെ സമർപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന മേഖലകളെ സമർപ്പിക്കുന്നു. അങ്ങവരെ അനുഗ്രഹിക്കണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം, എന്നെ വിളിക്കുക, ഞാൻ നിനക്കുത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തും. കർത്താവെ, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. അവർ വിശുദ്ധിയിൽ വളർന്നു വരട്ടെ. പാപ സാഹചര്യങ്ങളിലേക്ക് അവർ വീഴാതിരിക്കട്ടെ. പാപത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിൽ അവർ വീഴാതിരിക്കട്ടെ. കർത്താവെ, എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യുവതീവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, യുവാവ് എങ്ങനെ തൻ്റെ മാർഗം വിശുദ്ധമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ. കർത്താവെ, ഞങ്ങളുടെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. വിശുദ്ധമായ വഴിയിലൂടെ അവർ നടക്കട്ടെ. ജോലി അന്വേഷിക്കുന്നവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, വിവാഹത്തിന് ഒരുങ്ങുന്നവർ, കർത്താവെ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴിതെറ്റി നടക്കുന്ന യുവാക്കളെ അങ്ങ് വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. മദ്യപാനം, മയക്കുമരുന്ന്, ദുശീലങ്ങൾ, ലഹരി വസ്തുക്കൾ അടിമകളായ യുവാക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, പാപത്തിൽ കഴിയുന്ന യുവജനങ്ങളെ സമർപ്പിക്കുന്നു. ലൈംഗിക അരാജകത്വത്തിൽ കഴിയുന്നവർ, വിവാഹത്തിന് മുൻപ് ഒന്നിച്ച് താമസിക്കുന്ന യുവതി യുവാക്കൾ, കർത്താവെ, നേർവഴിക്ക് അങ്ങവരെ നയിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണം. കർത്താവെ, എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കുന്നു. മക്കൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, മക്കളില്ലാത്ത ദമ്പതികൾ എല്ലാവരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 127-ാം സങ്കീർത്തനം 3-ാം വാക്യം, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു അനുഗ്രഹം. കർത്താവെ, അനുഗ്രഹമായി അങ്ങ് മക്കളെ നൽകണം. എല്ലാ കുടുംബങ്ങളെയും കർത്താവെ സമർപ്പിക്കുന്നു. വിശുദ്ധിയിൽ കുടുംബങ്ങൾ ഒന്നാകട്ടെ. നമ്മുടെ ഓരോ കുടുംബങ്ങളെയും ദൈവസ്നേഹത്താൽ നിറയ്ക്കണം. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും സ്നേഹത്തിൽ നിറയുന്ന അനുഭവം കർത്താവെ ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിലേക്കും വിശുദ്ധി കടന്നു വരട്ടെ. കർത്താവെ, ഈ ഗാനത്തിൽ ഓരോ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബവും ദൈവസ്നേഹത്താൽ നിറയട്ടെ. ഓരോ കുടുംബവും സമാധാനത്തിൽ നിറയട്ടെ. ഓരോ കുടുംബവും ദൈവ അനുഭവത്തിൽ നിറയട്ടെ. കർത്താവെ, എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈശോയെ, ഈ സമയത്ത് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്നവർ, രോഗത്തെക്കുറിച്ചുള്ള ആകുലതയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തെക്കുറിച്ചുള്ള ഭീതിയാൽ ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു. സാമ്പത്തികമായ സാഹചര്യങ്ങളിലേക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ് നഷ്ടപ്പെട്ടവർ, കർത്താവെ മുന്നോട്ട് പോകാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, മനസ്സിന് ശക്തി നൽകണമേ, ശരീരം ശക്തിപ്പെടട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ: തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. കരുത്തന്മാർ ശക്തിയേറ്റ് വീഴാം. കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വാഗ്ദാനം അങ്ങ് ഓർക്കണമേ, അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവെ, അങ്ങയുടെ വാഗ്ദാനം ഓർത്തങ്ങ് സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ വചനമയച്ചങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം: മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. സങ്കീർത്തനം 107:20: തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. രോഗികളെല്ലാവരും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം: അവിടുന്ന് കരുണയോടെ കരങ്ങൾ നീട്ടി അവനെ സ്പർശിച്ചു. ഈശോയെ, അങ്ങ് കരുണയോടെ കരങ്ങൾ നീട്ടി സ്പർശിക്കണമേ. അങ്ങ് പറഞ്ഞ വചനം കർത്താവെ ഓർത്ത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം: ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. കർത്താവെ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. അങ്ങയുടെ ശക്തി നിറയട്ടെ. കർത്താവെ, ഈ മഹാമാരിയുടെ കാലത്ത് അങ്ങയുടെ സംരക്ഷണത്തിന് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, വ്യക്തി ജീവിതങ്ങൾക്ക്, ഞങ്ങളുടെ വസ്തുവകകൾക്ക്, വരുമാന മാർഗങ്ങൾക്ക്, ജീവിത സ്ഥലങ്ങൾക്ക്, സാഹചര്യങ്ങൾക്ക് ദൈവിക സംരക്ഷണം കർത്താവെ അങ്ങ് നൽകണമേ. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ: നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസ്സോളം നിന്റെ ശക്തിയും. നിന്റെ ദൈവത്തെ പോലെ ഉന്നതനായി മറ്റാരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് താങ്ങണമേ. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം: ദൈവം അവന്റെ ഭവനത്തിന് ചുറ്റും വേലികെട്ടി സംരക്ഷണം നൽകി. കർത്താവെ, ഈ മഹാമാരിയിൽ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും അങ്ങ് വേലികെട്ടിയുള്ള സംരക്ഷണം, ദൈവീക സംരക്ഷണം നൽകണമേ. സക്കറിയാസ് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം: ഞാൻ നിനക്ക് ചുറ്റും അഗ്നിയുടെ കോട്ടയായിരിക്കും. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി സംരക്ഷണം, അഗ്നിമയന്മാരായ ദൈവദൂതന്മാരുടെ സംരക്ഷണം, അഗ്നിയായ ദൈവവചനത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ഉണ്ടാകട്ടെ. സക്കറിയാസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യം: ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കർത്താവെ, അങ്ങയുടെ കണ്ണ് ഞങ്ങളുടെ മേലുണ്ടാകണമേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞ രക്തസ്രാവക്കാരിയായ സ്ത്രീയെപ്പോലെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്കരുൾ ചെയ്താൽ മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും എന്ന് പറഞ്ഞ ശതാധിപനെ പോലെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് മനസ്സാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയെപ്പോലെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാവീദിന്റെ പുത്ര, എന്നിൽ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ അന്ധയാചകനെ പോലെ കർത്താവെ ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവ്, ഈ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ആശീർവദിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാവോക്ക് എന്ന കടവിൽ രാത്രി മുഴുവൻ ദൈവദൂതനുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ട യാക്കോബ് പ്രഭാതത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞു പോകുന്ന ദൈവദൂതനോട് അപേക്ഷിച്ചതുപോലെ കർത്താവെ ഞങ്ങളും അപേക്ഷിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. നമുക്ക് കർത്താവിനോട് അനുഗ്രഹം ചോദിച്ചു വാങ്ങാം. കർത്താവെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ബുദ്ധിമുട്ടുകളെ, എൻ്റെ സാമ്പത്തിക മേഖലകളെ, എൻ്റെ വരുമാന മാർഗങ്ങളെ, എൻ്റെ തകർച്ചകളെ, എൻ്റെ രോഗങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ, എൻ്റെ ഉത്കണ്ഠകളെ, ആകുലതകളെ, പ്രയാസങ്ങളെ, നിരാശകളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ കർത്താവെ, അതിലെല്ലാം അങ്ങയുടെ കൃപ ചൊരിഞ്ഞിട്ടല്ലാതെ, ശക്തിയില്ലാത്ത എൻ്റെ മേഖലകളിൽ ശക്തിപ്പെടുത്തിയിട്ടല്ലാതെ കർത്താവെ അങ്ങേ ഞാൻ വിടുകയില്ല. അവിടുത്തെ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായി അവിടുത്തെ സമർപ്പിച്ച് നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം. അവിടുന്ന് നമ്മളെ ആശീർവദിക്കുന്നു. നമ്മളെ തന്നെ അവിടുത്തെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഹൃദയം
കന്യാമേരി വാഴ്ത്തിടും മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിത